കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്നതിന് മുൻപ് തന്നെ, അതായത് കാർഡിലെ റിസൾട്ട് കിട്ടുന്നതിന് മുൻപ് തന്നെ ഉണ്ടായ 5 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. ഈ 5 ലക്ഷണവും നമുക്ക് ഈസിലി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്ന ഈ 5 സിംറ്റംസും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങളുടെ യൂറിനിലാണ്. യൂറിൻ വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ HCG ഹോർമോൺ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം സഹായിക്കുന്നത് യൂറിനാണ്. യൂറിനിൽ ഉണ്ടാകുന്ന HCGയുടെ കണ്ടന്റ് ഒരു പരിധിയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. HCG ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതും അതുപോലെ മറ്റു പല പ്രവർത്തനങ്ങളും ശരീരത്തിൽ ഭയങ്കര എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും നടക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് യൂറിനിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഏതൊക്കെയാണെന്ന് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഒരുപാട് ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളുണ്ട്. ആ ഒരു ലക്ഷണവും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓരോ പ്രഗ്നൻസി ലക്ഷണങ്ങളും ഓരോരുത്തരെ അപേക്ഷിച്ചും വളരെയധികം ഡിഫറെൻ്റ് ആണ്. എനിക്കുണ്ടാവുന്ന ഫസ്റ്റ് പ്രഗ്നൻസിയിലെ ലക്ഷണമായിരിക്കില്ല എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സിനും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ കൂടി തന്നെയും ആ ബ്ലഡ് എത്രത്തോളമാണ് പോകുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് പ്രീവിയസ് മന്തിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് പോകുന്ന ബ്ലഡിൻ്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ടൊരു ഓപ്ഷൻ അവിടെ ഉണ്ടെന്നുള്ളതാണ് സാരം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഫ്രീക്വന്റ് യൂറിനേഷൻ ആണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ലക്ഷണമായിരിക്കും ഫ്രീക്വന്റ് യൂറിനേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനമെല്ലാം ഭയങ്കര എഫക്റ്റീവായിട്ട് നടക്കാനായിട്ട് തുടങ്ങും. ഈ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീസ് ഭയങ്കര കൂടുതലായിരിക്കും. ചിലർ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൂടുമ്പോഴേക്കും യൂറിനേറ്റ് ചെയ്യാനായിട്ട് ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. ചിലർക്ക് യൂറിനേറ്റ് ചെയ്ത് തിരിച്ചങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പിന്നെയും പോകാത്ത പോലുള്ള ഒരു അവസ്ഥയായിരിക്കും പലർക്കും ഉണ്ടാകുന്നത് കേട്ടോ. അതാണ് 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് പറഞ്ഞത്. ഈ വ്യത്യാസം നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനം കൂടുന്നതനുസരിച്ചിട്ടും അതുപോലെ നമുക്ക് ഒരുപാട് ദാഹം ഉണ്ടാകുമ്പോഴേക്കും കൂടുതൽ വെള്ളം കുടിക്കാനായിട്ട് തുടങ്ങും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് തേഴ്സ്റ്റി അല്ലെങ്കിൽ ദാഹം കൂടുതലായിട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ചൂടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് നടന്നാൽ തന്നെ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് തോന്നും. അങ്ങനെ വെള്ളം കുടിക്കുന്നതും കിഡ്നിയുടെ പ്രവർത്തനം കൂടുന്നതും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ ആണ് കേട്ടോ. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു പോർഷൻ പോകുന്നത് നമ്മുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫ്രീക്വന്റ് യൂറിനേഷൻ ഉണ്ടെങ്കിൽ കൂടി തന്നെയും മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനും യൂറിനിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടും ഒക്കെയുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് യൂറിനിൽ ക്ലൗഡ്സ് കൂടുതലായിട്ട് ഉണ്ടാവുക. അതായത് ഒരു പുക പോലെ അല്ലെങ്കിൽ ഒന്ന് കലങ്ങിയ രീതിക്ക് യൂറിൻ പോവുക. അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ എപ്പോഴും യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യൂറിൻ ഭയങ്കര ക്ലിയർ ആയിരിക്കും. അതായത് നമ്മൾ ക്ലോസറ്റിൽ കാണുന്ന സമയത്ത് ക്ലോസറ്റിലെ വെള്ളവും അതുപോലെ യൂറിനും തമ്മിൽ ഏകദേശം ഡൈല്യൂട്ട് ആയിട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പലർക്കും പല തവണയും അവരുടെ യൂറിനിൽ കലങ്ങിയതുപോലെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ആ യൂറിനിൽ സംഭവിക്കുന്ന പ്രോട്ടീൻസിൻ്റെ വ്യത്യാസവും അതുപോലെ നമ്മുടെ ഹോർമോൺസിൽ പലതിലും ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷനുമാണ് നിങ്ങൾക്കിങ്ങനെ യൂറിനൽ ക്ലൗഡ്സ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഈ ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കാനായിട്ട് ഓർക്കുക കേട്ടോ. ഈ ലക്ഷണം കൂടുതലായിട്ട് കണ്ടിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണുക. യൂറിനിൽ ഇത്തരത്തിലുള്ളൊരു വ്യത്യാസം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഡോക്ടറോട് പറയാം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് യൂറിൻ്റെ കളറിലുണ്ടാകുന്ന വ്യത്യാസമാണ്. പലപ്പോഴും നമ്മൾ വെള്ളം ധാരാളം കുടിക്കുന്ന സമയത്ത് നമ്മുടെ യൂറിൻ എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് കളർ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിക്കുള്ളതായിരിക്കും. യെല്ലോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെല്ലോ അല്ല, എന്നാൽ വേറൊരു കളർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും പറ്റില്ല. ആ രീതിക്കായിരിക്കും നമുക്ക് യൂറിൻ പോകുന്നത്. പക്ഷേ വെള്ളം കുടിയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യൂറിന് ഭയങ്കര യെല്ലോ കളറായിട്ട് പോകാനായിട്ടും ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് നമ്മുടെ യൂറിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്നുകിൽ പെയിൽ യെല്ലോ അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ള യെല്ലോ കളറിലോട്ട് യൂറിൻ മാറാറുണ്ട്. നമുക്ക് പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തന്നെ നമ്മൾ വേണ്ടത്ര വെള്ളം ശരീരത്തിലോട്ട് എത്തിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിൽ കളർ ചേഞ്ചസ് യൂറിനിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ.
അടുത്ത ബുദ്ധിമുട്ടെന്ന് പറയുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. UTI എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും വളരെയധികം കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ്. നമ്മളിൽ യൂറിനിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കിവിടെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഈ യൂറിനേഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് യൂറിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടാകും. മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമുക്ക് പുകച്ചിലുണ്ടാകും, നമുക്ക് അടിവേറെ വേദന ഉണ്ടാകും. ഇങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകൾക്കും പ്രഗ്നൻ്റ് അല്ലാത്ത സ്ത്രീകൾക്കും ഈ ഒരു ലക്ഷണം കണ്ടുവരുന്നുണ്ട്. ഇനി പ്രഗ്നൻസിയിൽ നമുക്ക് എന്തുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്, അതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി പവറിലുണ്ടാകുന്ന വ്യത്യാസം, നമ്മളിൽ ഉണ്ടാകുന്ന ഡീഹൈഡ്രേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും കൊണ്ടുമാണ് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ടും പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾ ഓൾറെഡി യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആളാണെങ്കിലും നിങ്ങൾ പീരിയഡ്സിൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നില്ലെങ്കിൽ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ നിങ്ങൾക്ക് വന്നിട്ട് ഡേറ്റ് ആകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ഒന്ന് സൂചിപ്പിക്കുക, ഞാൻ ഓവുലേഷൻ ടൈമിൽ ട്രൈ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഡോക്ടറോട് പറയാം കേട്ടോ. കാരണം യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പല ആളുകൾക്കും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാറുണ്ട്. അത് നിങ്ങളുടെ ശരീരത്തിന്, ഇപ്പോൾ നിങ്ങൾ അമ്മയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഡോക്ടറോട് പറയാനായിട്ട് ശ്രദ്ധിക്കാം. ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് യൂറിൻ്റെ സ്മെല്ലിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ ഒന്നും ശരീരത്തിലില്ല, നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ യൂറിനിൽ അങ്ങനെ സ്മെല്ലൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ നല്ലതുപോലെ വെള്ളം കുടിക്കുന്നുണ്ടായിട്ട് കൂടി യൂറിൻ്റെ സ്മെല്ലിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് മുഖവിലേക്ക് എടുക്കണം. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള പലർക്കും ഈ ഒരു ലക്ഷണം കാണാറുണ്ട്. അങ്ങനെ ഒരു ലക്ഷണം കണ്ടിട്ട് നിങ്ങളൊരു 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏർലി സ്റ്റേജിൽ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴാണോ നിങ്ങൾക്ക് പീരിയഡ്സ് വരുന്നത് ആ എക്സ്പെക്റ്റഡ് ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി നോക്കാൻ കേട്ടോ. ഏകദേശം 25-നകത്ത് HCGയുടെ വാല്യൂ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ യൂറിനിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ടെസ്റ്റ് കിറ്റ്സ് ഉപയോഗിച്ചിട്ട്. അതുകൊണ്ട് നിങ്ങൾ അത്രയും വരെ ഒരു വാല്യൂ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 100% ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻസി പോസിറ്റീവ് ആണ്, പക്ഷേ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോഴേക്കും ഡോക്ടർ ഒരു ടെസ്റ്റ് പോലും ചെയ്തില്ല, ഡയറക്റ്റ് ആയിട്ട് വേറൊരു ദിവസം ചെക്കപ്പിന് വരാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ഡോക്ടേഴ്സ് ഈ ഒരു റിസൾട്ടിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള വഴിയിലൂടെ നിങ്ങളും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും കൃത്യമായിട്ടുള്ള റിസൾട്ട് തന്നെയായിരിക്കും കിട്ടുന്നത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും നിങ്ങൾക്ക് വാല്യൂ കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ യൂറിനിലുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കാരണം യൂറിനറി ഇൻഫെക്ഷൻ നമുക്കുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വജൈനയുടെ pH ബാലൻസിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. pH ബാലൻസിൽ വ്യത്യാസം വരികയാണെങ്കിൽ നമ്മൾ പ്രഗ്നൻ്റ് ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം സെവനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 3-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 3-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് കേട്ടോ നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. പറയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിനെയാണ് Day 1 ആയിട്ട് എടുക്കേണ്ടത്. ലെഫ്റ്റ് ഓവർ ബ്ലഡ് പോകുന്ന ദിവസത്തെ, അതായത് ബ്രൗൺ കളറിലെ സ്പോട്ടിങ്ങോ ഡിസ്ചാർജോ ഉണ്ടാകുന്ന ദിവസത്തെ നിങ്ങൾ സൈക്കിൾ ലെങ്ത്തിൻ്റെ Day 1 ആയിട്ട് എടുക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.